വയനാട് DCC മുൻ ട്രഷറർ NM വിജയന്റെ കുടുംബത്തെ കണ്ട് KPCC നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, TN പ്രതാപൻ, സണ്ണി ജോർജ് എന്നിവരടങ്ങുന്ന സംഘമാണ് കുടുംബാംഗങ്ങളെ കണ്ടത്. NM വിജയന്റെ കടബാധ്യതകൾ ഏറ്റെടുക്കുമെന്ന് കുടുംബത്തിന് ഉപസമിതി ഉറപ്പു നൽകി. ബാധ്യത പാർട്ടി ഉണ്ടാക്കിയതാണെന്ന് നേതാക്കൾ അംഗീകരിച്ചെന്ന് കുടുംബം പ്രതികരണമാണ്. ഞങ്ങൾ അവർ പറയാനുള്ളതെല്ലാം ശാന്തമായിട്ട് കേട്ടു. അവർക്ക് ഞങ്ങളോട് പറയാനുള്ള കാര്യങ്ങളും കേട്ടു. ഞങ്ങളിതിനകത്ത് ഒരു സൊല്യൂഷൻ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോകുകയാണ്. ഇത് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഞങ്ങളെല്ലാ കാര്യത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കുന്നതിനെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. പക്ഷേ ഞങ്ങളുടെ തലത്തിൽ മാത്രം അത് പറഞ്ഞാൽ പോരാ, ചില തലങ്ങളിൽ കൂടി ഞങ്ങൾക്ക് ആലോചിക്കേണ്ടി വരും. പക്ഷേ ആദ്യമായിട്ട് ഈ കുടുംബത്തെ ആശ്വസിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പ്രാഥമികമായ ഉത്തരവാദിത്വം. ആ ആശ്വാസ വാക്കുകളുമായിട്ടാണ് ഞങ്ങൾ വന്നെത്തിയത്. അതിൻ്റെ ആഴമാണ് ഇപ്പോൾ എന്നോട് ചോദിക്കുന്നത്. അത് ഞങ്ങൾ സംസാരിക്കേണ്ട രൂപത്തിലൊക്കെ സംസാരിച്ച് ഇതിന് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും. ഞങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം സംസാരിച്ചു. ഇത് അവരുടേതായിട്ടുള്ള ഇതിൽ സംസാരിച്ച തീരുമാനങ്ങളും നല്ല രീതിയിൽ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യാമെന്ന് ഒരു ഉറപ്പ് വന്നിട്ടുണ്ട്. ബാധ്യതകളും എല്ലാ പ്രശ്നങ്ങളും തീർക്കാം. ഞങ്ങൾ കാര്യങ്ങൾ അത്രയും കാര്യമായിട്ട് പറയുകയും അവർ അത്രയും കാര്യമായിട്ട് അത് കേൾക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛൻ വിശ്വസിച്ച ഒരു പാർട്ടി ഉണ്ടല്ലോ, ആ പാർട്ടിയുടെ ഒരു ഉറപ്പ്, അതിൽ തന്നെ ഞങ്ങളിപ്പോൾ വിശ്വസിക്കുന്നു. കേസിന്റെ വഴിക്ക് പോകും. എത്ര ബാധ്യതകളുള്ള ലിസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്നു. വിജയന്റെ മരണത്തിൽ നേതാക്കളുടെ പരസ്യ പ്രതികരണത്തിന് അച്ചടക്ക സമിതി വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു. ദീപക് മോഹൻ വിവരങ്ങളുമായി. ദീപക്, ഇപ്പോൾ കുടുംബത്തെ KPCC നിയോഗിച്ച ഉപസമിതിയാണ് പോയി കണ്ടിരിക്കുന്നത്. ആ ഉറപ്പുകൾ, അതായത് കടബാധ്യയെല്ലാം തീർക്കുമെന്നുള്ള ഉറപ്പുകൾ ആ കുടുംബത്തിന് വിശ്വാസമായി എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇനിയിപ്പോൾ ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് കുടുംബവുമില്ല എന്നാണോ? ഇപ്പോൾ നേതാക്കൾക്കും അച്ചടക്ക സമിതിയുടെ വിലക്കുണ്ട്. സ്മൃതി, വയനാട് DCC ട്രഷറർ NM വിജയന്റെ മരണത്തെ തുടർന്ന് KPCC നിയോഗിച്ച അന്വേഷണ കമ്മീഷനാണ് ഇന്ന് രാവിലെയോടുകൂടി DCC ഓഫീസിലെത്തിയിരുന്നു. അതിനുശേഷമാണ് ഈ NM വിജയന്റെ കുടുംബാംഗങ്ങളെ കണ്ടത്. കുടുംബാംഗങ്ങളെ കണ്ട് അവരെ ആശ്വസിപ്പിച്ചു. ഒപ്പം കടബാധ്യത കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന് കുടുംബത്തിന് ഈ ഉപസമിതിയുടെ ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. NM വിജയന്റെ ബാധ്യത തീർക്കും എന്ന് കോൺഗ്രസ് കുടുംബാംഗങ്ങൾക്ക് ഉറപ്പ് നൽകിയതായാണ് നേരത്തെ നമുക്ക് ലഭിച്ച പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. പോലീസ് കേസുമായി മുന്നോട്ട് പോകും. ബാധ്യത തീർക്കും ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. ബാധ്യത പാർട്ടി ഉണ്ടാക്കിയതാണെന്ന് നേതാക്കൾ അംഗീകരിച്ചു എന്നും NM വിജയന്റെ മകന്റെ അടുത്തു നിന്നുള്ള പ്രതികരണം നേരത്തെ കേട്ടു. ഏതായാലും പരസ്യ പ്രതികരണങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തി. അതായത് ഈ കുടുംബാംഗങ്ങൾ NM വിജയന്റെ കുടുംബാംഗങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരസ്യമായി പ്രതികരണത്തിലേക്ക് ഒഴിവാക്കണം എന്നുള്ള നിർദ്ദേശം ഈ ഉപസമിതി കുടുംബാംഗങ്ങളോട് പറഞ്ഞു എന്നാണ്. നിലവിൽ ഈ NM വിജയന്റെ ബാങ്ക് ബാധ്യതയുമായി ബന്ധപ്പെട്ട് 1,15,00,000 രൂപ കടബാധ്യതയുള്ളതായി കണക്കാക്കിയിട്ടുണ്ട്. ആ കടബാധ്യതയാണ് പാർട്ടി ഏറ്റെടുക്കുമെന്നുള്ള രീതിയിൽ ഈ KPCC നിയോഗിച്ച ഉപസമിതിയുടെ ഉറപ്പ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. സ്മൃതി.